മന്ത്രി മുഹമ്മദ് റിയാസ് മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. പ്രശ്നങ്ങൾ ഉയർന്നു വരും എന്നുള്ള ഭയത്താലാണ് ഇതുപോലുള്ള സ്ഥിതി വരുന്നത്. ഇത് UDFന്റെ പാപ്പരത്തമാണ്. സ്റ്റേഡിയം വരുന്നതിൽ എല്ലാവരും ഒന്നിക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മളെല്ലാവരും ഒന്നിച്ചു നിന്ന് ഈ സ്റ്റേഡിയം യാഥാർത്ഥ്യമാക്കണം. അതിന് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒന്നിക്കുകയാണ് ചെയ്യേണ്ടത്. ഇതൊരു പുതിയ പ്രഖ്യാപനമല്ല എന്നിപ്പോൾ വ്യക്തമാണ്. ഇത് എത്രത്തോളം ദിനപത്രങ്ങളിൽ നാളെ വാർത്തയായി വരുമെന്ന് എനിക്ക് സംശയമുണ്ട്. നിങ്ങളെ ആരെയും അതിൽ കുറ്റം പറയാൻ വേണ്ടി പറ്റില്ല. അത് ചില കാര്യങ്ങൾ അങ്ങനെയാണല്ലോ. എന്തായാലും ഒന്നിക്കേണ്ട കാര്യങ്ങൾ ഒന്നിക്കണം. പക്ഷേ UDF ഇതിൽ വില കുറഞ്ഞ രാഷ്ട്രീയ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ജനങ്ങളുടെ ദീർഘകാലത്തെ സ്വപ്ന പദ്ധതി വിവാദത്തിലാക്കാനുള്ള ശ്രമം നടത്തിയത് ഒരു തരത്തിലും ശരിയായ കാര്യമല്ല എന്നുള്ളത് ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുക. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പൊതുവെ പരിശോധിച്ച് കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത നിലയിലേക്കുള്ള പ്രചരണമാണ് UDF നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതും പൊതുവെ പറയാൻ ഞാൻ ആഗ്രഹിക്കുക. അത് കലക്ടറോട് ചോദിക്കേണ്ട കാര്യമാണ്. അത് കലക്ടറോട് ചോദിക്കേണ്ട ചോദ്യം, എന്നോട് ചോദിക്കേണ്ട ചോദ്യമല്ല. അതെനിക്കറിയില്ല. ഞാനവിടെ പ്രസംഗത്തിന് ശേഷം ഞാൻ പോവുകയായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് പലരും കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാനവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ UDF നടത്തിയ പ്രചരണം എന്താ? സംസാരത്തിനിടയിൽ നമ്മുടെ ഒരു അഭിപ്രായത്തിൻ്റെ ഭാഗമായി പിടിച്ചുകൊണ്ട് എന്നുള്ളതിലേക്കാണല്ലോ പറയുന്നത്. ഞാൻ അമാനുഷികനൊന്നല്ല. എനിക്ക് ഒരു സമയത്ത് ഒരു പ്രവൃത്തിയെ നടത്താൻ പറ്റും. അത് ആ വീഡിയോയിലൊക്കെ വ്യക്തമാണ്. ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രസംഗം കഴിഞ്ഞ് ഞാൻ നേരെ പിന്നെ പോയി ഇരുന്നതിൻ്റെ കാറിലാണ്. കാരണം സമയമല്ല അടുത്ത പരിപാടിയിൽ പങ്കെടുക്കാൻ. അപ്പോൾ അതിലെ മറ്റു കാര്യങ്ങളൊക്കെ അവിടെ വ്യക്തമാക്കിയ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. പിന്നെ അതുമാത്രമല്ല, അവിടെ നൂറുകണക്കിന് ക്യാമറയും മൊബൈലൊക്കെ ഉണ്ടല്ലോ. ഇതാകെയുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആകെയുള്ള ഒരു തെളിവ് എന്നുള്ളത് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ആ